ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം, നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്കായി സ്വർഗരാജ്യത്തിലേക്ക് ഒരുവൻ കടന്നു പോകേണ്ടതിനായി നൽകിയിരിക്കുന്ന ഏക നാമം എന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന നാമമാണ്. ഇതുമുതൽ യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന് മുദ്ര കുത്താറുണ്ട്. ഇതുമുതൽ യേശുക്രിസ്തു ഒരു മതം ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. കുരിശ് വരയ്ക്കുന്ന ക്രിസ്ത്യാനികളെയും നാമജപം ചൊല്ലുന്ന ഹിന്ദുക്കളെയും നിസ്കരിക്കുന്ന മുസ്ലിമുകളെയും ഈ ലോകത്തിലുള്ള സകല ജാതി വർണ്ണ വർഗ വ്യത്യാസമന്യേ സകല മനുഷ്യന്റെയും പാപത്തെ സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റെടുത്തിട്ട് നാം സ്വർഗത്തിലേക്ക് പോകേണ്ടതിന് നമുക്ക് പകരമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഏക വ്യക്തിയാണ് യേശുക്രിസ്തു. 2023 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഈ ഉലകത്തിൽ ജനിച്ചു. നമ്മൾ ജനിച്ചതുപോലെയുള്ള ജനനമല്ല യേശുക്രിസ്തുവിന്റേത്. നമ്മൾ ജീവിച്ചതുപോലെയുള്ള ജീവിതമല്ല യേശുക്രിസ്തുവിന്റേത്. നമ്മൾ പ്രവർത്തിച്ചതുപോലെയുള്ള പ്രവർത്തനമല്ല യേശുക്രിസ്തുവിന്റേത്. നമ്മൾ മരിക്കുന്നത് പോലെയുള്ള ഭരണമല്ല യേശുക്രിസ്തുവിന്റേത്. ഈ ഉലകത്തിൽ അനേക ഉന്നതന്മാരുടെയും പ്രമാണിമാരുടെയും കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ പലസ്തീനിൽ ഒരു കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. അത് യേശുക്രിസ്തുവിന്റെ കല്ലറയാ. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ ഇവിടെ ഇല്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ നിസാരനാണെന്നുള്ളത് ഇന്ന് പകൽ ഓർത്തുകൊള്ളുക. അതെ, വെള്ളത്തിൽ പൊങ്ങി വരുന്ന കുമിള പോലെയാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ മുളച്ചു വരുന്ന പുല്ല് വൈകിട്ട് നട്ടുച്ചത്ത് വെയിലത്ത് വാടി കരിഞ്ഞു പോകുന്നത് പോലെ പെട്ടെന്ന് ഇല്ലാതായി പോകുന്നതാണ് മനുഷ്യ ജീവിതം. പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചിട്ട് വൈകിട്ട് അത് അസ്തമിക്കുന്നത് പോലെയുള്ള അനുഭവമാണ് മനുഷ്യനുള്ളത്.